ഹലോ ഗൈസ്, ജെയിംസ് കാമറൂണിൻ്റെ അവതാർ ഫയർ ആൻഡ് ആഷ്. നമുക്കറിയാം, അവതാറിൻ്റെ തേർഡ് ഫ്രാഞ്ചൈസിലുള്ള മൂവിയാണ്. ഈ 2022 ഇറങ്ങിയ അവതാർ ദ വേ ഓഫ് വാട്ടറിൻ്റെ കണ്ടിന്യൂഷനാണിത്. അത് വാട്ടറും മറ്റു പരിപാടിക്ക് വെച്ചുള്ള മൂവിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ദ ഫയർ ആൻഡ് ആഷ്. ആൾമോസ്റ്റ് ആ പടവുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ. ഇതിലും കൂടുതൽ ഏകദേശം 70% വാട്ടറിൽ ബന്ധപ്പെട്ട സംഭവങ്ങളും കാര്യങ്ങളാണ്. കുറച്ച് ഫയർ ആൻഡ് ആഷ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്കറിയാം, അവതാർ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ 2009 അപ്പോൾ അതിനുശേഷം വളരെ ഡ്യൂറേഷൻ എടുത്ത് സെക്കൻഡ് പാർട്ട് ഇറക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം അദ്ദേഹം 2009 ശേഷം തന്നെ എത്രയും പെട്ടെന്ന് തയ്യാറാക്കി. പക്ഷേ സാങ്കേതിക വിദ്യ അത്രത്തോളം ഡെവലപ്പ് ആവാത്തതുകൊണ്ടാണ് അത് ഡിലേ ആയത്. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കാര്യങ്ങളും മറ്റെല്ലാം ഉള്ളതുകൊണ്ട് സാങ്കേതിക വിദ്യയും അതിനനുസരിച്ച് ഡെവലപ്പായി. അങ്ങനെ 2018 ദ വേ ഓഫ് വാട്ടർ ഇറങ്ങി. അതിനുശേഷം 2025 ഈ ഫയർ ആൻഡ് ആഷ്. ഈ മൂവീസ് കുറിച്ച് പറയുകയാണെങ്കിൽ, അവതാർ പ്രത്യേക എൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ പ്രത്യേക വേൾഡിലുള്ള മൂവിയാണ്. അതാണ് കാണിക്കുന്നത്. ഇതിൽ ടെക്നിക്കലി വെരി ഗുഡ് മൂവിയാണ്. ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ്, 3D എഫക്റ്റ്, സൗണ്ട് ക്വാളിറ്റി, ഡയറക്ഷൻ, ഇതെല്ലാം ടോപ്പ് നോച്ചാണ്. യാതൊരു കോംപ്രമൈസും ഇല്ല. പടം 3.25 മണിക്കൂറുണ്ട്. പക്ഷേ നമ്മൾ ഈ കണ്ട് ഇപ്പം കഥാപാത്രങ്ങളെല്ലാം നമ്മൾ കുറച്ച് മടുപ്പുണ്ടാക്കിയോ എന്ന് സംശയമുണ്ട്. ഇത് ഇത്രയും ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല സീനുകളിലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് മുതലാവും. കാരണം അതിൻ്റെ വിഷ്വൽസും 3D എഫക്റ്റും അതൊന്നും ഒരു രക്ഷയില്ലാത്തതാണ്. നമ്മൾ ജീവിതത്തിൽ കാണാൻ പറ്റില്ല ഇങ്ങനത്തെ. അതുകൊണ്ട് ഇത് 3.25 മണിക്കൂറുണ്ട്. ഇത്രയും ലാഗ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഇനി ഇതിൻ്റെ ഫോർത്ത് പാർട്ടൊന്നും ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നുവെച്ചാൽ ഇനി ഇറങ്ങി കഴിഞ്ഞാൽ ഇനി അടുത്ത എന്തോ കഥ ഉണ്ടാക്കും എന്നുള്ളതാണ്. മാക്സിമം ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നിങ്ങൾക്കും ഇതേപോലെ വിഷ്വൽസും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ്റെ ക്വാളിറ്റി എല്ലാം അനുഭവിക്കണമെങ്കിൽ പോയി കാണാവുന്നതാണ്. അഡിയോസ് അമീഗോ.